ഒടിഞ്ഞടാ വ്ളോഗ് ഔട്ട്ഫിറ്റ് കാണിക്ക്. ഹലോ മക്കളെ, ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആണ്. എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളെല്ലാവരും കൂടി മലക്കപ്പാറയ്ക്ക് ട്രിപ്പ് പോവുകയാണ്. വൺ ഡേ ട്രിപ്പാണ്. രാവിലെ 5 മണി ആയപ്പോഴേക്കും എല്ലാവരും റെഡിയായി എത്തിയിട്ടുണ്ട്. ബാക്കിയുള്ളവർ റെഡിയായി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 5 മണി 5:30 ആയി നമ്മൾ ബസ് എടുത്തപ്പോൾ. എല്ലാവരും എത്തുമ്പോൾ ഒരു നേരം ആവുമല്ലോ. 5 മണിക്കെന്ന് പറഞ്ഞാൽ 5:30 ആവും നമ്മൾ പോകുമ്പോൾ. എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ നമ്മളും അതിൽ കുറച്ചില്ല. അങ്ങനെ നമ്മളെ ബസ്സും എത്തിയിട്ടുണ്ട്. ബസ് കറക്റ്റ് ടൈമിനെത്തി. നമ്മളെല്ലാവരും എത്തിയിട്ട് പോകാം എന്നുള്ള രീതിക്ക് വെയിറ്റ് ചെയ്തു. അങ്ങനെ ബസ്സും അടിപൊളിയായിരുന്നു. ബസ്സിലെ സൗണ്ട്, പാട്ട് എല്ലാം ഗംഭീരമായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടിയും ബസ്സിൽ കയറി സീറ്റൊക്കെ പിടിച്ചു. വലിയ ആൾക്കാരും വലിയച്ഛന്മാരും പാപ്പന്മാരും മേമ്മമാരൊക്കെ ഫ്രണ്ടിൽ സീറ്റൊക്കെ പിടിച്ച് സെറ്റായിട്ടിരുന്നവർ. നമ്മൾ പിള്ളേരെല്ലാവരും കൂടിയും ബാക്കിൽ സീറ്റ് സെറ്റാക്കി. അടിച്ച് പൊളിച്ച് പോകാൻ, തകർക്കാൻ, ഡാൻസ് കളിക്കാൻ എല്ലാവരും ബാക്ക് സീറ്റാണല്ലോ എല്ലാവർക്കും ഇഷ്ടം. അപ്പം അങ്ങനെ ഞങ്ങളും കുറച്ചില്ല, ബാക്ക് സീറ്റിലേക്ക് പോയി. ബാക്ക് സീറ്റിലൊക്കെ സെറ്റ്. ഹായ് പറഞ്ഞേ ഗൈസ്. ഇവിടെ പാപ്പനോ താനസ് നമ്മൾ എവിടേക്കാ പോണത്? ഉറക്കെ പറ. നമ്മൾ മലക്കപ്പാറയ്ക്ക് പോവാൻ വേണ്ടി സെറ്റായി, റെഡിയായി. എല്ലാവരും നല്ല മൂഡിൽ ഇരുന്നപ്പോൾ പാട്ട് വേണ്ടേ, പാട്ടില്ലാതെ എന്താഘോഷം. അങ്ങനെ നമ്മൾ നല്ല തുടക്കം തന്നെ നല്ല മെലഡി ആയിട്ടുള്ള പാട്ടൊക്കെ വെച്ച് സംഗീതപരമായിട്ടുള്ള പാട്ടൊക്കെ സെറ്റാക്കി നമ്മൾ പോയി. എല്ലാവരും ആസ്വദിച്ച് പാടുകയും ഡാൻസ് കളിക്കുകയും ഒക്കെ ചെയ്തു. നല്ല മൂഡിലായിരുന്നു എല്ലാവരും. അങ്ങനെ നമ്മൾ കുറേ പോയി. അതിനിടയിൽ നിർത്തിയൊന്നുമില്ല, നമ്മൾ നേരെ പോവുകയാണ് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞൊന്ന് നേരൊക്കെ വെളുത്തപ്പോഴേക്കും അവരെല്ലാവരും ബാക്കിയുള്ളവരൊക്കെ കിടന്നുറങ്ങി. ക്ഷീണമൊക്കെ ഉണ്ടാവുമല്ലോ രാവിലെ തന്നെ എണീറ്റിട്ട്. അപ്പോൾ കുറേ പേര് കിടന്നുറങ്ങി, കുറേ പേരൊന്നും ഉറങ്ങിയില്ല. കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ പോയി. അങ്ങനെ നമ്മൾ പോയി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അതിരപ്പള്ളി എത്തിയിട്ടില്ല, അതിന് മുന്നേ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി. ഭക്ഷണമൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാണ് നമ്മൾ ഇറങ്ങിയ സ്ഥലം. എല്ലാവരും ഇറങ്ങി. പിന്നെ അത് കഴിഞ്ഞ് വീഡിയോ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും സെറ്റായിട്ട് നിന്നു. നിന്തിരുനെറ്റിയിൽ സിന്ദൂരമായി പടരും. കാണുന്നോരെല്ലാരും കണ്ണുവെച്ചിടും കരിനീല കണ്ണുകളുള്ളവള, നല്ല കട്ടിച്ചുവപ്പുള്ള ചുണ്ടുകളാ. കണ്ണാലും പാട നല്ലൊരു കൈയ്യടി കൊടുക്ക. അടിപോക്കട്ടെ. പഠിപ്പിക്കും
ഞാൻ കടിഞ്ഞാണ് മറന്ന് അടിത്തെറ്റി പതിച്ചപ്പോൾ അടിത്തട്ടിലാണ് അടവുകൾ പയറ്റി പയറ്റി ഇപ്പൊ തെളിഞ്ഞ് നിനക്ക് തരാ നിനക്ക് തരാ അങ്ങനെ നമ്മൾ അതിരപ്പള്ളി എത്തിയിട്ടുണ്ട്. അതിരപ്പള്ളി ഒരു 9 മണിയൊക്കെ ആയപ്പോഴേക്കും എത്തി. തിരിച്ചു വരുമ്പോൾ കയറാം എന്നുള്ള പ്ലാനിലാണ് നമ്മൾ പോയത്. വണ്ടി കടകളൊക്കെ തുറക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ പോയി. നമ്മളുടെ പിള്ളേരുടെ എനർജി എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോൾ അതേ എനർജി തന്നെയാണ് ഫുള്ള് മലക്കപ്പാറ എത്തിയതും തിരിച്ചവിടെ നിന്ന് പോകുന്നതും. അങ്ങനെ നമ്മൾ ഇനി മൊത്തം കാടിൻ്റെ ഭംഗി ആസ്വദിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ ഇരുന്നു. അതിനിടയിൽ ഒരുപാട് വർത്തമാനങ്ങളും തമാശകളും ചിരികളും തള്ളുകളും ഒക്കെ ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മൊത്തം നല്ല അടിപൊളിയായിട്ട് കാടും അതുപോലെ തന്നെ മരങ്ങളും വള്ളിപ്പടർപ്പുകളും അങ്ങനെ ഒരുപാട് കാണാൻ രസമുള്ള കാഴ്ചയായിരുന്നു. ഞാൻ ജനലിൻ്റെ അവിടെ നിന്ന് സീറ്റ് ഇടനെഞ്ചിൽ താളമോടെ ൂളലോടെ ഇടനെഞ്ചിൽ താളമോടെ ഇടപ്പിൻ താളമോടെ മലബന്ധം തോളിലേറ്റി പോകുകില്ലേ ഓ മധുരിക്കും ഓർമ്മകളെ മലമഞ്ഞൾ കൊണ്ടുവരൂ കൊണ്ടുപോകൂ ഞങ്ങളെയാ പൂവിനിൽ ഒരു വാഴക്കൂമ്പിൽ നിന്നും തേൻ കുടിക്കാൻ ഒരു രാജ ഒരു റാണി ഒരു രാജ ഒരു അങ്ങനെ നമ്മൾ വാഴച്ചാലെത്തി. വാഴച്ചാലിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം, എൻട്രി പാസ് എടുത്തിട്ട് വേണം മലക്കപ്പാറയ്ക്ക് പിന്നെ യാത്ര തുടങ്ങാൻ. അങ്ങനെ കിളി പോയി ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളെല്ലാവരും പയ്യൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് വാമപ്പൊക്കെ ചെയ്തിട്ടാണ് പിന്നെ തിരിച്ച് കയറിയത്. അതുപോലെ തന്നെ 2 വീലേഴ്സൊക്കെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. രാവിലെ 6 മണിക്ക് ശേഷം ആണ് ഇപ്പം എൻട്രി ഉള്ളത്. അത് കഴിഞ്ഞ് പിന്നെ അതുപോലെ തന്നെ വൈകുന്നേരം ഒരു 6:30-ക്ക് ശേഷം അങ്ങനെയുള്ളൂ. അങ്ങനെ നമ്മളെല്ലാവരും ടിക്കറ്റ് എടുത്തിട്ട് തിരിച്ച് കയറി. നോനൂസ് കുറച്ച് അലമ്പാക്കി പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട്. പക്ഷെ അപ്പോഴേക്കും എല്ലാവരും കയറിയത് കാരണം പിന്നെ തിരിച്ചിറങ്ങാൻ നിന്നില്ല. അങ്ങനെ നമ്മുടെ ചേട്ടൻ ഫസ്റ്റ് സീറ്റ് പിടിച്ചിട്ടുണ്ട്. എല്ലാ കാഴ്ചകളും ഫസ്റ്റ് കാണണമെന്നും പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ പയ്യെ അവിടെ നിന്ന് വണ്ടി എടുത്തു. പിന്നെ ബാക്കി വണ്ടിക്കാരും കാറും എല്ലാവരും അവിടെ വെയിറ്റിംഗ് ആണ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി. നമ്മൾ അവർക്കൊക്കെ ടാറ്റയൊക്കെ പറഞ്ഞ് അങ്ങനെ തിരിച്ച് നമ്മൾ യാത്ര തുടർന്നു. അടിപൊളി കാഴ്ചകളൊക്കെ കാണാം, എക്സ്പീരിയൻസ് ചെയ്യാം എന്നുള്ളൊരു ഇതുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. ഫാമിലി ട്രിപ്പായത് കാരണം ബസ്സിൽ യാത്രയ്ക്ക് ബസ്സിൽ യാത്ര പോകുന്നത് നമ്മൾ ഫാമിലി എല്ലാവരും കൂടി ഒരുമിച്ചുള്ളത് കൊണ്ടാണ്. ഏറ്റവും നല്ലത് മലക്കപ്പാറ യാത്ര ചെയ്യാനായിട്ട് ബൈക്കിൽ പോകുമ്പോഴാണ് ഏറ്റവും നല്ല എക്സ്പീരിയൻസ് കിട്ടുന്നതെന്ന് എനിക്ക് തോന്നി. അങ്ങനെ നമ്മൾ ബസ്സിലെല്ലാവരും കൂടി ഇരുന്ന് യാത്ര പുറപ്പെട്ടു. അതിനിടയിൽ നമ്മുടെ പാപ്പന്മാരുടെ പാട്ടും നല്ല മനസ്സിന് നല്ല കുളിർമയേകുന്ന പാട്ടും കൂടി ആയപ്പോൾ യാത്രയുടെ ഒരു ഫീല് നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ യാത്ര തുടർന്നു. ഒരുപാട് ഹെയർ പിൻസുകളും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ബസ്സിൽ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഹെയർ പിൻസൊക്കെ വളഞ്ഞ് കിട്ടുക എന്നുള്ളത്. അതുപോലെ തന്നെ വണ്ടി ഭയങ്കര പയ്യാണ് പോയിക്കൊണ്ടിരുന്നത്. കയറ്റമായത് കാരണം ഒരുപാട് നമുക്ക്
സ്പീഡിൽ പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുപോലെ നമുക്കിങ്ങനെ ഓരോ ഓപ്പോസിറ്റ് കാറുകളും ബസ്സുകളൊക്കെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതൊന്ന് ക്രോസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ റിവേഴ്സ് എടുത്തു. അങ്ങനെ കുറേ സമയം പോയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോവാൻ വേണ്ടി. അങ്ങനെ നമ്മൾ ഒരുപാട് ദൂരം ഇങ്ങനെ ട്രാവൽ ചെയ്തു. പോകുന്ന വഴിയിൽ നമ്മളിങ്ങനെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ഈ വിൻഡോ സൈഡിൽ നിന്ന് മാറിയിട്ടേ ഇല്ല. അത്രയും നല്ല രസമുള്ള കാഴ്ചകളായിരുന്നു. വെയിലിങ്ങനെ ഉദിച്ച് വരുന്നത് നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. വെയിലിൻ്റെ ചൂടറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ ദൂരം പോയപ്പോൾ എവിടെയെങ്കിലും ഒന്ന് ഇറങ്ങാം എന്നുള്ള രീതിക്ക് ഇവിടെയാണ് പിന്നെ നമുക്ക് സ്ഥലം കിട്ടിയത് ഇറങ്ങാൻ വേണ്ടി. ഷോളയാർ ഡാമിൻ്റെ എന്നല്ല, അതൊരു മറ്റേ പൈപ്പ് ലൈനിൻ്റെ ഒരു ഏരിയ ആണ്. അപ്പോൾ അവിടെ കാഴ്ചകളൊക്കെ കാണാൻ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങി. അങ്ങനെ നമ്മൾ ഇറങ്ങിയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. പിള്ളേർമാർക്കൊക്കെ ഒരു റിഫ്രഷ്നെസ് ആയി ശരിക്കും പറഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ. അത്രയും നേരം പാട്ട് കേട്ടും പിന്നെ അതുപോലെ ബഹളം വെച്ചും ഒക്കെ ഇരിക്കുകയായിരുന്നില്ലേ വണ്ടിയിൽ. അപ്പോൾ നമ്മളങ്ങനെ പുറത്തിറങ്ങി. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. സൂര്യൻ ഉദിച്ചു വരുന്നുള്ളത് കാരണം കാഴ്ചകളും നല്ല രസമുള്ള കാഴ്ചകളായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെയൊക്കെ ഒന്ന് കറങ്ങി. അങ്ങനെ ആ റൂട്ടിൽ നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ കുറേ ദൂരമൊക്കെ ഒന്ന് നടന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് പിള്ളേരുമാരും ഒക്കെ കൂടെ തിരിച്ച് കയറാമെന്നും പറഞ്ഞ് അങ്ങനെ തിരിച്ച് പോന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നേരം നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇനിയും ഒരുപാട് ദൂരം പോകാനുള്ളതാണ്. നമുക്ക് ഒരുപാട് സ്പീഡും പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും കൂടി തിരിച്ച് കയറാമെന്നും പറഞ്ഞ് അങ്ങനെ എല്ലാവരെയും വിളിച്ച്, പിള്ളേരൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറി കിട്ടാനാണ് പാട്. അങ്ങനെ എല്ലാത്തിനെയും വിളിച്ച് വരുത്തി അങ്ങനെ തിരിച്ച് നമ്മൾക്ക് പോകാൻ വേണ്ടി എല്ലാവരും സെറ്റായി. അങ്ങനെ നമ്മൾ കയറി എല്ലാവരെയും കയറ്റി നമ്മൾ പിന്നെ ബസ്സിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ ഓരോടത്ത് ആരും നിൽക്കില്ലല്ലോ. അങ്ങനെ നമ്മൾ അടിച്ച് പൊളിച്ച് തകർത്താണ് പരക്കപ്പാറ വരെ എത്തിയത്. ഫുള്ള് ഡാൻസും പാട്ടും തുള്ളലും ബസ് ഇളകി മറിയായിരുന്നു. അങ്ങനെ ഫുള്ള് ഇളകി മറിഞ്ഞിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ എല്ലാവരും കൂടിയും ഡാൻസ് കളിച്ച് പോകുമ്പോൾ അതിനിടയിൽ കുറേ ഇതുകളൊന്നും നമ്മൾ കാണുന്നുണ്ടായിരുന്നില്ല, ഇവരെ ഡാൻസൊക്കെ കളിക്കണതിൻ്റെ ഇടയിൽ. അങ്ങനെ കുറേ ദൂരം പോയി കഴിഞ്ഞപ്പോഴാണ് പിന്നെ നമുക്ക് ഇങ്ങനെ തേയിലത്തോട്ടങ്ങളൊക്കെ ആവാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ അവിടേക്ക് നിർത്താനുള്ള സ്പേസ് ഇല്ലാത്ത കാരണം നമ്മളിങ്ങനെ പയ്യെ അതേ കൂടെയൊക്കെ ഒന്ന് കണ്ണോടിച്ചൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് നമുക്ക് അടുത്തൊരു പണി കിട്ടുന്നത്, ഫസ്റ്റ് പണി. ആ പണിയാണ് ബസ്സിന് കിട്ടിയ പണി. അതോടുകൂടി നമുക്ക് ആകെ ഭയങ്കര സങ്കടമായിപ്പോയി. ബസ്സിലെ ഡ്രൈവർക്കും കിളിക്കും ഭയങ്കര സങ്കടമായിപ്പോയി. വല്ലാത്തൊരു പണിയായിപ്പോയി. ഒട്ടും പ്രതീക്ഷിക്കാണ്ട് കിട്ടിയ ഒരു പണിയായിരുന്നത്. അങ്ങനെ നമ്മളെല്ലാവരും ബസ് കുടുങ്ങിയപ്പോൾ നമ്മളെല്ലാവരും അവിടെ നിന്ന് ഇറങ്ങി. അവിടെ ബസ്സിലേക്ക് വെയിറ്റ് താങ്ങാൻ പറ്റാത്തത് കാരണം, നമുക്ക് വണ്ടി എടുക്കാൻ പറ്റാത്തതിൻ്റെ ബുദ്ധിമുട്ട് കാരണം നമ്മളെല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങി. വണ്ടി പൊന്തിയാണ്. ഒടിഞ്ഞടാ, ഒഴിഞ്ഞു അയ്യോ ഒടിഞ്ഞ്. നല്ലോണം തിരിച്ചെടുത്താൽ മതി. ബാക്ക് ഇങ്ങോട്ട് തിരിച്ചു കൊടുത്താൽ ഫ്രണ്ട് വേണ്ട, ഇവരുടെ ആക്രാന്തം മാത്രം കണ്ടു. ശരിക്കും ബസ്സിന് നല്ലൊരു പണിയാണ് കിട്ടിയത്. അതിൻ്റെ ബാക്കിൽ മൺഫ്ലാപ്പ് പൊളിഞ്ഞ് ജസ്റ്റ് മിസ്സിനാണ് രക്ഷപ്പെട്ടത്. അതുപോലെ തിരിച്ച് നമ്മൾ അവിടെ നിന്ന് തന്നെ
കയറിയില്ല. അവിടെ തൊട്ടപ്പുറത്ത് തന്നെ ഫുഡ് കഴിക്കാനുള്ള സ്പോട്ട് ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ പിന്നെ അങ്ങോട്ടേക്ക് നടന്നു. ബസ് അതിലേ കറങ്ങി വന്നു. നമ്മുടെ ബാക്കിലുണ്ടായിരുന്ന ഒരു KSRTC ബസ് നല്ല അടിപൊളിയായിട്ട് വളച്ചെടുത്ത് പോയതാണ്. നമ്മൾ വളച്ചതിന് പറ്റിയ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് കണ്ടപ്പോൾ പിന്നെ ആകെ ഭയങ്കര സങ്കടമായി. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി അവിടെ തന്നെ നിർത്തി. അപ്പോൾ ഡ്രൈവർ ചേട്ടനും കിളിച്ചേട്ടനും ഒക്കെ ഫുഡ് കഴിച്ചില്ല. അവർക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. നമ്മൾ ഫുഡൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് പിന്നെ മലക്കപ്പാറ എത്തി. അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് പോന്നു. തിരിച്ച് പോന്നപ്പോഴാണ് നമ്മൾ ഈ കാഴ്ച കാണുന്നത്. KSRTC ബസ് ഉല്ലാസയാത്രയ്ക്ക് വന്നതാണ്. അത് ഇതുപോലെ മണ്ണിൽ കുടുങ്ങിയിട്ട് ടയർ കുടുങ്ങിയിട്ട് പിന്നെ ആകെ എടുക്കാൻ പറ്റാത്തായപ്പോൾ അവരെല്ലാവരും കൂടി വേറെ പിന്നെ വന്ന് KSRTC ബസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു. നമ്മളത് കണ്ടു. ഒരുപാട് പേര് KSRTC ബസ്സിൽ യാത്ര ചെയ്യണുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ വന്നപ്പോഴാണ് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി എല്ലായിടത്തും ഇങ്ങനത്തെ, നമ്മളെ ബസ്സിന് മാത്രമല്ല എല്ലാ ബസ്സിനും ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളുണ്ടെന്ന്. അത് കാരണം ഓരോ ബസ്സുകൾ വരുമ്പോഴും നമ്മൾ റിവേഴ്സ് എടുത്തും അതുപോലെ തന്നെ പയ്യെയാണ് പോയിക്കൊണ്ടിരുന്നത്. എല്ലാ ബസ്സും പോട്ടെ, നമ്മൾ പയ്യെ പോയാൽ മതി എന്നുള്ള ഒരു മൈൻഡിൽ ഭയങ്കര ഡെസ്പായിപ്പോയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ എല്ലാ ബസ്സും പോയതിന് ശേഷമാണ്, ബസ്സും ട്രാവലറും ഒക്കെ പോയതിന് ശേഷമാണ് നമ്മൾ പയ്യെ വണ്ടി എടുത്തുള്ളൂ. അങ്ങനെ ഒരുമിച്ച് ഒരു KSRTC ബസ്സുകൾ ഒരുമിച്ച് വന്നപ്പോൾ അത് ഇതുപോലെ തന്നെ നമ്മൾ ലൈവായിട്ട് കണ്ടു അത് ശരിക്കും ടയർ കുടുങ്ങണത്. പക്ഷേ എല്ലാവരെയും ഇരുത്തിയിട്ട് വണ്ടി എടുക്കാൻ പറ്റാത്തത് കാരണം നമ്മളെല്ലാവരും റിവേഴ്സൊക്കെ എടുത്ത് ആ വണ്ടി പിന്നെയും മണ്ണിൽ കുടുങ്ങിയത് കാരണം അതെല്ലാം ശരിയാക്കിയാൽ മാത്രമേ നമുക്കും പോകാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മളിലുള്ള ബസ്സിലുള്ള പാപ്പന്മാരെല്ലാവരും ഇറങ്ങി, ചേട്ടന്മാരും എല്ലാവരും ഇറങ്ങി. ആ ബസ്സിലുണ്ടായിരുന്ന ആൾക്കാരും എല്ലാവരും കൂടി അതിൻ്റെ ടയറിൻ്റെ അടിയിൽ കല്ലും പിന്നെ അതുപോലെ പലകയും എന്തൊക്കെയോ ഇട്ട് സെറ്റാക്കി എല്ലാവരും പറഞ്ഞു കൊടുത്ത് എല്ലാവരും കൂടി ഒരുമിച്ച് ആ വണ്ടി കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് തന്നെ വേണമെന്ന് വേണമെങ്കിൽ പറയാം തിരിച്ചെടുത്തു. അതുപോലെ അതിൻ്റെ തൊട്ട് ബാക്കിലുള്ള KSRTC ബസ്സും ഒതുക്കി ഇട്ടു. അല്ലാതെ എങ്ങനെയാണ് നമുക്ക് പോകാൻ പറ്റുക? അപ്പം അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് ആ ബസ് പ്രയാസപ്പെട്ട് തന്നെ തിരിച്ച് എടുത്തു. അല്ലാതെ ആർക്കും പോകാനും പറ്റില്ല, നമ്മുടെ ബസ്സിനും പോകാൻ പറ്റില്ല. ഇടയിൽ കൂടെ കുറേ 2 വീലേഴ്സൊക്കെ പോകുന്നുണ്ടായിരുന്നു. അവർക്ക് പിന്നെ സുഖമായതുകൊണ്ട് കുഴപ്പമില്ല. ഇതുപോലെ വലിയ വണ്ടികളൊക്കെ ആകുമ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ടാണല്ലോ ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി ചേർന്ന് ആ ബസ് ഫുള്ള് കറക്കിയെടുത്ത് എല്ലാവർക്കും സന്തോഷമായി. അങ്ങനെ നമ്മൾ പിന്നെ അവിടെ നിന്ന് യാത്ര തിരിച്ചു. KSRTC ബസ്സുകാരൊക്കെ പോയി. അങ്ങനെ പിന്നെ തിരിച്ച് അതിരപ്പള്ളി എത്താറായപ്പോൾ നമ്മൾ എന്തെങ്കിലും കഴിക്കാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ അവിടെ ഒതുക്കി തണ്ണിമത്തൻ കഴിച്ചു എല്ലാവരും. ഞങ്ങളുടെ തണ്ണിമത്തനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മുറിച്ച് എല്ലാവരും കൂടി കഴിച്ചു. അപ്പോൾ ഒരു ഫുഡ് പ്ലസ് വാട്ടറും ആണല്ലോ ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഇവിടുത്തെ ആംബിയൻസിലൊക്കെ വെച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത്, വെള്ളം കുറവായിരുന്നു. അങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ പിന്നെ നമ്മൾ തിരിച്ച് അവിടെ നിന്ന് ബസ്സിൽ കയറി പോവാമെന്നും പറഞ്ഞ് അങ്ങനെ എല്ലാവരും കൂടി കയറി പിന്നെ അവിടെ നിന്ന് അത് കഴിഞ്ഞ് പിന്നെ വെറ്റിലപ്പാറ എത്തിയപ്പോൾ അതുപോലെ എല്ലാവർക്കും കുളിക്കാനുള്ളൊരു അരുവിയും തൊട്ട് പുഴയുടെ ഒരു സൈഡ് തന്നെയായിരുന്നു. അതിരപ്പള്ളിയിൽ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ അവിടെ എല്ലാവരും കൂടി കുളിക്കാമെന്നൊക്കെ പ്ലാൻ ചെയ്ത് അങ്ങനെ നമ്മൾ പോവുകയാണ്. അങ്ങനെ ചാടിയതാണോ? ആണോ? ഉണ്ട്. അങ്ങനെ വെറ്റിലപ്പാറയിൽ അവിടെ പുഴയിൽ നമ്മളെല്ലാവരും കൂടി ഇറങ്ങി. പിള്ളേർ സെറ്റ് മാത്രമേ ഇറങ്ങിയുള്ളൂ. വലിയ ആൾക്കാരൊന്നും അങ്ങനെ ഇറങ്ങിയില്ല. ജസ്റ്റ് കാലൊക്കെ നനച്ച് കയറി. എല്ലാവരും നല്ല ഒഴുക്കുണ്ടായിരുന്നു. വൈകുന്നേരം ടൈമായത് ശരിക്കും വെയിലൊക്കെ ആറി ഒരു 6 മണി ടൈമായിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അത് കാരണം നല്ല ഒഴുക്കും ഉണ്ടായിരുന്നു, വെള്ളത്തിന് നല്ല തണവും ഉണ്ടായിരുന്നു, ഭയങ്കര രസമുണ്ടായിരുന്നു. ഇറങ്ങിയവരൊക്കെ പറഞ്ഞു നല്ല സുഖമുണ്ടായിരുന്നു, ശരിക്കും നല്ല റിഫ്രഷിങ് ആയിരുന്നു. കുളിച്ച് ഇറങ്ങിയപ്പോൾ കയറി അത്രയും നേരം യാത്ര ചെയ്യേണ്ട ക്ഷീണം ഒറ്റയടിക്ക് പോയി എന്നാണ് പറഞ്ഞത്.
അങ്ങനെ എല്ലാവരും കൂടി തിരിച്ച് പിന്നെ തുള്ളിക്കളിച്ച് പിന്നെയും തിരിച്ച് പോവുകയാണ്. അങ്ങനെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. അപ്പോൾ എല്ലാവർക്കും